നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് നടൻ ബാലയുടെയും ഗായിക അമൃതയുടെയും ചില വെളിപ്പെടുത്തലുകൾ. വിവാഹമോചിതരായി വർഷങ്ങൾ പിന്നിടുകയും ഇരുവരും വേറെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് പലപ്പോഴായി ബാല പുറത്തുവിടുന്ന ചില അഭിമുഖങ്ങൾ. തന്റെ വിവാഹമോചനത്തിന്റെ കാരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ബാല നൽകിയ മറുപടി വളരെ വിവാദമാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയ ബാല മകളെക്കുറിച്ചും കുഞ്ഞിനെ കാണാൻ കഴിയാത്ത സങ്കടത്തെക്കുറിച്ചും വളരെ വികാരഭരിതനായി സംസാരിച്ചു. ഇപ്പോഴത്തെ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുകയാണ് അമൃത സുരേഷ്. താൻ കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ടില്ലെന്നും കരുതിക്കുട്ടിയുള്ള അറ്റാക്ക് മാത്രമാണ് ഇതെന്നും അമൃത പറയുന്നു. തന്റെ അഭിഭാഷകർക്ക് ഒപ്പമാണ് പുതിയ വീഡിയോയിൽ അമൃത എത്തുന്നത്. കുഞ്ഞിനെ കാണിക്കാനുള്ള ദിവസങ്ങളിൽ എത്തിയിട്ടും ബാല അന്നേ ദിവസം കോടതി വളപ്പിൽ എത്തിയില്ലെന്നും പിന്നീട് കാണാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് നിയമപരമായി യാതൊന്നും അറിയിച്ചില്ലെന്നും അമൃത പറയുന്നു. അമൃതയെ ഇരുത്തിക്കൊണ്ട് അഭിഭാഷകരാണ് മറുപടി നൽകിയത്. ഇരുവരും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം പരസ്പരം സോഷ്യൽ മീഡിയയിൽ വഴിയോ മാധ്യമങ്ങൾ വഴിയോ യാതൊരു കാര്യങ്ങളും തുറന്നു പറയുകയില്ല, പരസ്പരം കുറ്റപ്പെടുത്താൻ നിൽക്കില്ല എന്നതുമാണ്. അമൃത അത് പാലിക്കുന്നുണ്ട്. ബാല പലപ്പോഴായി അത് തെറ്റിക്കുകയും ചെയ്തു. ബാലയുടെ മറ്റൊരു ആരോപണം കുട്ടിയെ കാണിച്ചില്ല എന്നതാണ്. കുട്ടിയെ 2ാം ശനിയാഴ്ച കോടതി വളപ്പിൽ എത്തിക്കാം എന്നതാണ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം പലവട്ടം കുട്ടിയെ കാണിക്കാൻ പോയെങ്കിലും അതിനെ കാണാൻ വേണ്ടി ബാല എത്തിയില്ല. കാണാൻ വരുന്ന കാര്യത്തെക്കുറിച്ച് മെയിലിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം കാണാൻ വന്നില്ല. 18 വയസ്സ് വരെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള അവകാശം അമൃതയ്ക്കാണ്. പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം അനുവദിച്ചത്. കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനം ഡോക്യുമെന്റ്സിൽ നിന്നും മാറ്റില്ല എന്നും ഓർഡറിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ യാതൊരു കാര്യങ്ങളിലും ബാല ഇടപെടില്ല എന്ന് എഴുതി വെച്ചതാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ലീഗൽ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. അമൃതയുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചും ഇനിയും കയറി ഇടപെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമൃതയുടെ അഭിഭാഷകർ കൂട്ടിച്ചേർത്തു. കുട്ടിയുടെ കല്യാണത്തിനോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒരു പൈസ പോലും ഭാവിയിൽ നൽകില്ല എന്നാണ് ബാല പറഞ്ഞിട്ടുള്ളത്. എല്ലാം ചെയ്യാം എന്ന് പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി വരെ മാത്രമാണ്. ഞാൻ കുഞ്ഞിനെ എവിടെയും പിടിച്ചു വെച്ചിട്ടോ കാണിക്കാതെ ഇരിക്കുകയോ ചെയ്തിട്ടില്ല. ആകെ 25 ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് അമൃത സുരേഷ് പറയുന്നു. കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയെ കണ്ടു എന്നായിരുന്നു ബാല അടുത്തിടെ അമൃതയ്ക്കെതിരെ ഉയർത്തിയ ആരോപണം. ഒരു കുഞ്ഞിനെ അതിന്റെ അച്ഛൻ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? കുഞ്ഞിനെ കാണിക്കണം എന്ന് ഓർഡർ ഉണ്ടായിട്ടും അത് പാലിക്കുന്നില്ല. മനസ്സിന്റെ വേദന കൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ഇതൊന്നും ഒരിക്കലും അഹങ്കാരമല്ല. കുഞ്ഞിനെ ഒന്ന് കാണിക്കാമോ എന്ന് പിച്ചക്കാരനെ പോലെ ചോദിക്കുകയാണ് എന്നൊക്കെയായിരുന്നു വികാരഭരിതനായി ബാല സംസാരിച്ചത്. അമൃതയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് ബാല ഡോക്ടർ കൂടിയായ എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. അമൃതയും സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരുന്നു. എന്നാൽ ആ ബന്ധം പിരിഞ്ഞു എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇരുവരും പ്രതികരിച്ചിരുന്നില്ല.